നമ്മൾ കഴിഞ്ഞ ദിവസം റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി 14 Pro Plus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വീഡിയോ ചെയ്തിരുന്നു. ഇതിന്റെ പ്രൈസിനേക്കാൾ ഏകദേശം 5000 രൂപ വില കുറവിലാണ് നമുക്ക് റിയൽമി 14 Pro വാങ്ങാൻ സാധിക്കുന്നത്. പ്രോ പ്ലസിൽ നിന്ന് പ്രോയിലേക്ക് വരുമ്പോൾ 5000 രൂപയുടെ വില കുറവ്. അത്തരത്തിൽ റിയൽമി 14 പ്രോയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ പരിശോധിക്കുന്നത്. ആദ്യമേ പറയട്ടെ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. കമ്പയർഡ് ടു റിയൽമി 14 Pro Plus നല്ല ഒരു വെയിറ്റ് കുറവ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫീൽ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 181 ഗ്രാം ഭാരം മാത്രമാണ്. ഇതാണ് പ്രോ പ്ലസ്. പ്രോ പ്ലസിനേക്കാളും വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് ഗ്ലോസി ഫിനിഷ് ആയിരുന്നു ഈ ഒരു ഫ്രെയിമിന്. പക്ഷേ ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ തിന്നാണ്. 7.7 mm മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. അപ്പോൾ ഫോണിന്റെ ബാക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു. വീഗൻ ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. വീഗൻ ലെതർ ആണെങ്കിലും ഈ പറയുന്ന ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്യൂഡ് ലെതർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് നഖം കൊണ്ടൊക്കെ ഇങ്ങനെ പോറി കഴിഞ്ഞാൽ ഒരു വര വീഴും. പക്ഷേ നമ്മളൊന്ന് പ്രസ് ചെയ്ത് തൂത്ത് കഴിഞ്ഞാൽ ആ വര ഉണ്ടല്ലേ അത് നള്ളിഫൈ ചെയ്ത് പോകും, പിന്നെ അറിയത്തില്ല. അതേസമയം എന്തെങ്കിലും അടയാളങ്ങളോ കളറുകളൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് പിടിച്ചിരിക്കുന്ന ഒരുമാതിരി എന്താ പറയുന്നത് ഒരു ഫാബ്രിക് ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. പിടിക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ട്, തൊടാനൊക്കെ നല്ല സുഖമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അഴുക്കൊക്കെ ചിലപ്പോൾ പിടിച്ചിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അഴുക്ക് പിടിച്ചാലും നിങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. ഈ ഒരു ഫോൺ നമുക്ക് വെള്ളത്തിലിട്ട് കഴുകി സോപ്പിട്ട് വേണമെങ്കിലും കഴുകി എടുക്കാൻ സാധിക്കും. കാരണം IP68 ചൂടുവെള്ളത്തിൽ വേണമെങ്കിലും കഴിയും. IP68 and 69 സർട്ടിഫിക്കേഷൻ ഈ ഒരു സ്മാർട്ട് ഫോൺ റിയൽമി കൊടുത്തിട്ടുണ്ട്. IP68 നമ്മൾക്കറിയാം എന്നതുപോലെ 30 മിനിറ്റ് വരെയൊക്കെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. പക്ഷേ 69 ഉള്ളതുകൊണ്ട് തന്നെ 80 ഡിഗ്രി ചൂടുവെള്ളത്തിൽ ഹൈ പ്രഷർ വാട്ടർ വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫോൺ കഴുകിയൊക്കെ എടുക്കാം. അതുപോലെ ഈ ഒരു ഫോണിന് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഒക്കെ നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ്. അതുപോലെ ഈ ബട്ടൺസ് കണ്ടില്ലേ, റിയൽമി 14 Pro Plusന്റെ വീഡിയോ കണ്ടവർക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് അതൊരുമാതിരി ഇളകി കണക്കാണ് ആ ഒരു ബട്ടൺസ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രോയിൽ അങ്ങനെയല്ല, കുറച്ചും കൂടെ സ്റ്റേഡിയാണ് ഈ ബട്ടൺസ് എന്ന് പറയേണ്ടി വരും. ഫോണിനകത്ത് ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ചാർജിങ്ങിന് ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ഈ ഒരു ഫ്രെയിം ബോക്സി അല്ല, അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ കുറച്ച് ഒരു ഷാർപ്പ് എഡ്ജസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പ്രോ പ്ലസിൽ നിന്നുള്ള കാര്യമായിട്ടുള്ള വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. പ്രോ പ്ലസിനകത്ത് നമുക്ക് ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു. അതായത് ഡിസ്പ്ലേയുടെ ഈ 4 ഭാഗവും കർവ്ഡ് ആയിരുന്നു എങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ 2 സൈഡ്, അതായത് ഡ്യുവൽ കർവ്ഡ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ. നേരത്തെയൊക്കെ നമുക്കറിയാം 2 സൈഡ് മാത്രമായിരുന്നു ഫോണുകളുടെ കർവ്ഡ് ഡിസ്പ്ലേ വന്നിരുന്നത്. ഇപ്പോൾ 2025 വരുന്ന പല ഫോണുകളുമാണ് ഇത്തരത്തിൽ 4 സൈഡ് കർവുമായിട്ട് വന്നു തുടങ്ങി. പക്ഷേ ഈ ഫോണിനകത്ത് ഈ പറഞ്ഞ ഒരു ഡ്യുവൽ കർവ് മാത്രമാണ് ഉള്ളത്. എന്നിരുന്നാലും നോക്കി ആ ബെസലുകളൊക്കെ വളരെ തിന്നാണെന്ന് പറയേണ്ടി വരും. ഇതിന്റെ ഡിസ്പ്ലേ വിഭാഗം കൊള്ളാം, അടിപൊളിയാണ്. ഡിസൈനും ഡിസ്പ്ലേയും നല്ലതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. നല്ല വൈബ്രന്റ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെന്റർ പഞ്ചോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. വ്യൂയിങ് ആംഗിളൊന്നും യാതൊരു പ്രശ്നമില്ല. അതുപോലെ യൂട്യൂബിലൊക്കെ 4K HDR വീഡിയോകൾ തന്നെ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ കണ്ടില്ല, ഒരുപാട് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫോൺ ഇത്തരത്തിൽ ലോക്ക് മോഡിലാണെങ്കിലും ജസ്റ്റ് നമുക്ക് കൈ ഇവിടെ വെച്ചുകൊണ്ട് ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. സ്ക്രീൻ വേക്കപ്പ് ചെയ്യാതെ തന്നെ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ പലർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടോ എന്നുള്ളതാണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. കണ്ടില്ലേ, കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഓഫ് ആകുന്നുണ്ട്. നമുക്കൊരു ഫുൾ ടൈം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ഫോണിനകത്ത് കാണുന്നില്ല. എന്നാൽ 14 Pro Plusനകത്ത് അത്തരം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. രണ്ട് ഫോണുകളുടെയും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 14 Pro Plus കണ്ടില്ലേ, ഇവിടെ ഷെഡ്യൂൾ ചെയ്യാനും ഓൾ ഡേ ഓപ്ഷനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ 14 Proയിൽ അത്തരം ഓപ്ഷനുകളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ അതിന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇത്തരത്തിൽ ഓഫ് ആയി പോകും. പക്ഷേ 14 Pro Plusൽ ഇത്തരത്തിൽ ഓൾ ഡേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് 14 Pro Plus ലഭിക്കുന്നത്. 5000 രൂപയുടെ വില കുറവുണ്ടല്ലോ 14 Proയ്ക്ക്. അപ്പോൾ അതിൻ്റെതായ ചില കുറവുകൾ 14 Pro Plusൽ നിന്നും തീർച്ചയായിട്ടും റിയൽമി ഇതിൽ വരുത്തിയിട്ടുണ്ടെന്ന് ചുരുക്കം. 6.77 ഇഞ്ചിന്റെ അമോ LED ഡിസ്പ്ലേ, അതും ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയും ഡിസൈനും കൊള്ളാം. അടുത്തതായിട്ട് ക്യാമറ. ബാക്ക് ക്യാമറ സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ 14 Pro Plusന്റേത് പോലെയാണ് തോന്നും. 14 Pro Plusൽ 3 ക്യാമറകളാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ 14 Proയിലേക്ക് വരുമ്പോൾ 2 ക്യാമറയാണ്. 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഒരു മോണോക്രോം സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോ വൈഡ് ആംഗിൾ ക്യാമറ. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളത് ഒരു വലിയ കുറവാണ്. അപ്പോൾ വൈഡ് ആംഗിൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ 14 Pro നിങ്ങളെ നിരാശപ്പെടുത്തുമെന്ന് ചുരുക്കം. എന്നാൽ അത്തരത്തിൽ അധികം വൈഡ് ആംഗിൾ ഫോട്ടോസും വീഡിയോസും എടുക്കാത്ത ഒരാൾക്ക് വലിയ തിരക്കേടില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു 50 MB മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിരവധി ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു. സീരിയസ്ലി പറയുന്നു, എനിക്ക് 14 Pro Plusനേക്കാളും കുറച്ചും കൂടി നോർമൽ ഫോട്ടോസ്, നോർമൽ സെൻസറിലെ ഫോട്ടോ എടുത്തു പറയുന്നു, നോർമൽ സെൻസറിലെ ഫോട്ടോസും വീഡിയോസും എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഇഷ്ടപ്പെട്ടു. 14 Pro Plusനകത്ത് ഹൈലൈറ്റ് ഉണ്ടായിരുന്ന അതിന്റെ ഒരു ടെലിഫോട്ടോ സെൻസർ ആയിരുന്നു. 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ സെൻസർ തേർഡ് ക്യാമറ ആയിട്ട് വന്നിരുന്നത് അതായിരുന്നു അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇവിടെ ടെലിഫോട്ടോ സെൻസർ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു പ്രൈമറി സെൻസർ ഒരുവിധം നല്ല ഒരു റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. എസ്പെഷ്യലി ലോ ലൈറ്റിലായാലും അതുപോലെ വളരെ ബ്രൈറ്റ് ലൈറ്റിലും ഒക്കെയുള്ള ഫോട്ടോസ് ആണ് ഈ കാണുന്നത്. എല്ലാം നല്ല ഒരുവിധം ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ സണ്ണി ഡേയിൽ ഞാൻ ഫോട്ടോ എടുത്തു, ലോ ലൈറ്റിലും ഫോട്ടോസും വീഡിയോസും എടുത്തു നോക്കി. തരക്കേടില്ലാത്ത പ്രൈമറി സെൻസർ ഔട്ടാണ് തരുന്നത്. ഫോട്ടോസും വീഡിയോസും ഏകദേശം ഒരുപോലെയുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടുന്നു. ചില ഫോണുകളിലെങ്കിലും ഫോട്ടോ ബെറ്റർ ആയിരിക്കും, വീഡിയോ മോശമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഫോട്ടോയും വീഡിയോസും ഒരേ സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. പിന്നെ സെൽഫി ഫോട്ടോയെ പറ്റി പറഞ്ഞാൽ
കുറച്ച് സോഫ്റ്റ് ആണ് സെൽഫി ഫോട്ടോ എന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളത് എന്തായാലും ഒരു കുറവ് തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വീഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ബാക്കിൽ നമുക്ക് 4K 30 FPS ആണുള്ളത്. എന്നാൽ ഫ്രണ്ടിൽ ഫുൾ HD 60 FPS പോലും ഇല്ല. ഫുൾ HD 30 FPS മാത്രമാണ് ഫ്രണ്ട് ക്യാമറ റെസൊല്യൂഷൻ. അപ്പോൾ അതും ഒരു കുറവാണ്. ഫ്രണ്ട് ക്യാമറയ്ക്ക് ഈ പ്രൈസ് പോയിന്റിലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് റിയൽമി നൽകിയിട്ടില്ല. ഫോണിനകത്ത് OIS സപ്പോർട്ട് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷേക്ക് ഫ്രീ ആയിട്ടുള്ള ആദ്യം ബ്ലെയർ ആവാത്ത തരത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാനാകും. അടുത്തായിട്ട് പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോൺ ഭയങ്കര ഗെയിമിങ്ങിന് വേണ്ടിയിട്ടൊന്നും റിയൽമി തയ്യാറാക്കിയിട്ടുള്ളതല്ല അവരുടെ ഈ ഒരു നമ്പർ സീരീസ് ഫോണുകൾ. ഇവിടെ ഈ ഒരു ഫോൺ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആണ്. ഒരുവിധം നല്ല ക്യാമറ, നല്ല ഒരു യൂസർ എക്സ്പീരിയൻസ് ഒക്കെ നൽകുന്ന നല്ല ഒരു മൾട്ടിമീഡിയ, അതായത് സിനിമയൊക്കെ കാണാൻ പറ്റിയ തരത്തിലുള്ള ഒരു സ്ക്രീനൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു ഫോൺ എന്ന നിലയിലേ നമുക്ക് ഇതിനെ നോക്കി കാണാൻ സാധിക്കുന്നുള്ളൂ. കാരണം ഇതിനകത്ത് വലിയ ലാഗോ ഇഷ്യൂസ് ഒന്നും ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വരുന്നില്ല. ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് നമ്മൾ ആന്റിറ്റ്യൂഡ് സ്കോർ വഴി അളക്കുകയാണെങ്കിൽ 7,33,000 ഒരു ആന്റിറ്റ്യൂഡ് സ്കോർ ആണ് ലഭിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ വരുന്ന ടോപ്പ് ഫോണുകൾ, ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ 30 ലക്ഷത്തിനടുത്തുള്ള ആന്റിറ്റ്യൂഡ് സ്കോർ ഉണ്ട്. അപ്പോൾ അതാണ് അതിന്റെ ഒരു അളവുകൾ. ഇവിടെ നമുക്ക് 7,33,000 ആണ് ഇതിന്റെ ഒരു ആന്റിറ്റ്യൂഡ് സ്കോർ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. വലിയ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇല്ല. എന്ത് തന്നെയായാലും ഒരു മീഡിയം പെർഫോമൻസ് എന്നൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഭയങ്കര ഗെയിമിങ്ങിനൊന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ സ്യൂട്ട് ആകുമെന്ന് തോന്നുന്നില്ല. അല്ലാതുള്ള ഒരു സാധാരണ ഫോൺ എന്ന നിലയിൽ കൊണ്ടു കിടക്കാവുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ, ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ്, അതായത് 90 FPS ഗെയിം പ്ലേ സാധ്യമാണ്. ലാഗോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഓക്കേഷ് ആയിട്ടുള്ള ഒരു മീഡിയം ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7300 എന്ന് പറയുന്ന പ്രോസറാണ് കരുത്ത് പറയുന്നത്. മാക്സിമം 8GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജും ഉണ്ട്. LPDDR4X റാമും UFS 3.1 ആണ് ഇതിന്റെ സ്റ്റോറേജ് ഓപ്ഷൻ. ബാറ്ററി ഇപ്പോൾ ഏതൊരു ഫോണിലും ബാറ്ററി നേരത്തെ ഉണ്ടായിരുന്ന 5000 mAh നിന്ന് 6000 mAh എന്ന ഒരു സ്റ്റാൻഡേർഡിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഫോണിനകത്തും 6000 mAh ബാറ്ററി ഉണ്ട്. അതുപോലെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോക്സിനോടൊപ്പം 45 വാട്ടിന്റെ ചാർജറും ഉണ്ട്. ബോക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇതുപോലൊരു ബോക്സിനകത്താണ് റിയൽമി 14 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിന്റെ ബോക്സിന് പുറത്തും A എന്ന് എഴുതിയിട്ടുണ്ട്. മഞ്ഞ പേപ്പർ ബോക്സ്, നേരത്തെയൊക്കെ വെള്ള പേപ്പർ ബോക്സ് വരാറുണ്ടായിരുന്നു. സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, ബാക്ക് കേസ്, ഫോൺ വരാം, A to C ചാർജിംഗ് കേബിൾ, ചാർജർ ഒരു 65 വാട്ടാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി 45 വാട്ടാണ്. യെസ്, ഇതാണ് റിയൽമി 14 Pro. ഇതിൻ്റെ ബാക്ക് മെറ്റീരിയലും ഈ പറഞ്ഞൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കയ്യിൽ നിന്ന് അടയാളങ്ങളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. ക്യാമറ മൊഡ്യൂളിൻ്റെ പ്രൊജക്ഷൻ കുറവാണ് ഇത്തവണ. അതുപോലെ ഈ ഒരു 3 ലൈൻസ് പോലെ ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കൊള്ളാം. ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്, കൊള്ളാം. അതുപോലെ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ അല്ല ഇതിൻ്റെ ഡിസ്പ്ലേ. ഇത് സൈഡ് മാത്രം, എഡ്ജസ് മാത്രം, 2 സൈഡ് മാത്രമാണ് കർവ്ഡ്. അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക്. അടുത്തായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡാണ്. റിയൽമിയുടെ ഈ വരുന്ന ഏതൊരു ഫോണിലും, ഇപ്പോൾ വരുന്ന വളരെ വില കൂടിയ ഫോണുകൾ പോലും ബ്ലോട്ട് വേസുകളുടെ എണ്ണം ഭയങ്കരമാണ്. ഹോട്ട് ആപ്സ്, കുറേ ആപ്പിന്റെ റെക്കമെൻഡേഷൻ, അതുപോലെ ഹോട്ട് ഗെയിംസ്, കുറേ ഗെയിമിന്റെ റെക്കമെൻഡേഷൻ. അത് കൂടാതെ ഇതിനകത്ത് കുറേ ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഫോൺ പേ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ റിയൽമി 14 Pro Plusലും ഉണ്ട് ഇത്രയും ബ്ലോട്ട് വേസുകൾ. നമ്മൾ അതിന്റെ വീഡിയോ കണ്ടവരോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയാനുണ്ട്. ബാറ്ററി ചിലപ്പോൾ അനാവശ്യമായിട്ട് ഈ ആപ്ലിക്കേഷനൊക്കെ ഊറ്റിക്കൊണ്ട് പോകാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഫോണിനകത്ത് അനാവശ്യ നോട്ടിഫിക്കേഷനുകൾ വന്ന് മറിയാനുള്ള സാധ്യതയുണ്ട് ഇത്രയും ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട്. ക്ലീൻ യൂസർ ഇന്റർഫേസ് ആണ് എപ്പോഴും നല്ലത്. അപ്പോൾ ആ ഒരു ബ്ലോട്ട് വോയിസുകൾ ഇത്രയും ഉണ്ട് എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച്. കാര്യം ഇത്രയും വില നമ്മൾ കൊടുക്കുന്നില്ല ഈ ഒരു ഫോണിന്റെ കേസിൽ. അപ്പോൾ ഇത്രയും ബ്ലോട്ട് വോയിസുകൾ വേണ്ട. ഓക്കെ, ബ്ലോട്ട് വോയിസ് ആകാം, ഒരു 4-5 മതി. പക്ഷേ ഇത് ഒരുപാട് ബ്ലോട്ട് വോയിസുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് Android 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്. റിയൽമിയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 6ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിന്റെ ഒരു സ്പീക്കർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കി. സ്റ്റീരിയോ സ്പീക്കറാണ്, നല്ല കാര്യം. പക്ഷേ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര ബെറ്റർ അല്ല. നമ്മൾ ഫുൾ വോളിയം വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ചിലമ്പുന്ന കണക്കുള്ള കാതടപ്പിക്കുന്ന ഭയങ്കര സൗണ്ടാണ്. പക്ഷേ ക്വാളിറ്റി നോട്ട് അപ് ടു ദ മാർക്ക്. എന്ത് തന്നെയായാലും നല്ല വോളിയം ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതുപോലെ വലിയ വോളിയം വെക്കുമ്പോൾ ബാക്കിൽ വൈബ്രേഷനോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. സൗണ്ട് ക്വാളിറ്റി മോശമാണ് എന്നുള്ളത് സത്യം തന്നെ. അടുത്തായിട്ട് മറ്റ് ഫീച്ചറുകളാണ്. നേരത്തെ ഞാൻ പറഞ്ഞാൽ IP68, IP69 റേറ്റിംഗ് ഈ ഒരു ഫോൺ ഉണ്ട് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ്. എന്നാൽ NFC സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല. അത് റിയൽമിയുടെ 14 Pro Plusൽ പോലും NFC സപ്പോർട്ട് കൊടുത്തിരുന്നില്ല. അപ്പോൾ അതും ഈ ഒരു ഫോണിന്റെ കേസിൽ കുറവുകളാണ്. അപ്പോൾ കുറച്ച് കുറവുകളുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ കൊള്ളാം, ഡിസ്പ്ലേ കൊള്ളാം, ക്യാമറ കൊള്ളാം, അതുപോലെ ബാറ്ററി സൈഡ് കൊള്ളാം, പെർഫോമൻസ് സൈഡ് ഓക്കെ. ഇതിനകത്ത് ഇഷ്ടപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ, ഈ പറഞ്ഞ ഭയങ്കര ബ്ലോട്ട് വൈസ്, അതുപോലെ ക്യാമറയ്ക്കകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ബാക്കിൽ ഇല്ല, അതുപോലെ സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല, NFC സപ്പോർട്ട് ഇല്ല. ഈ ക്യാമറയിൽ ബാക്കിൽ 2 സെൻസറുകളേ ഉള്ളൂ. അതും രണ്ടാമത്തെ സെൻസർ 2 മെഗാ പിക്സൽ ഒരു മോണോക്രോം സെൻസർ മാത്രമാണ്. സൗണ്ട് ക്വാളിറ്റി നോട്ട് അപ് ടു ദ മാർക്ക്.
ഇത്രയും കുറവുകൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. ഇതിന്റെ വിലയാണ് അടുത്തായിട്ട് പറയാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ റിയൽമി 14 പ്രോ പ്ലസിനേക്കാൾ 5000 രൂപയുടെ വില കുറവാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 24,999 രൂപ. ബാങ്ക് ഓഫറിൽ നമുക്ക് 22,999 രൂപയ്ക്കും വാങ്ങാം. എന്നാൽ ഇവിടെ 14 പ്രോ പ്ലസ് വന്നിട്ട് 29,999 രൂപയായിരുന്നു വില. ബാങ്ക് ഓഫറിൽ 27,999 രൂപയ്ക്കും വാങ്ങാം. നമുക്ക് റൗണ്ട് ചെയ്ത് ഇതിന്റെ ബാങ്ക് ഓഫർ ഇല്ലാതെ 30,000 എന്നും ഇത് ബാങ്ക് ഓഫർ ഇല്ലാതെ 25,000 എന്നും നമുക്ക് കണക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 5000 രൂപയുടെ കുറവാണ് റിയൽമി 14 പ്രോയ്ക്കുള്ളത്. ഈ ഫോൺ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കുറവുകൾ ഉണ്ട്. നമ്പർ ഓഫ് കുറവുകൾ ഈ പറഞ്ഞ പോലെ സാധാരണ ഫോണുകളെ അപേക്ഷിച്ച് ഒരു അല്പം കൂടുതൽ കാണുന്നുണ്ട് റിയൽമി 14 പ്രോയിൽ.